ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഇഷ്ടമുണ്ടോ ഇല്ലയോ? ചില ആളുകൾ പറയും വൺ സൈഡ് ലവ് ആണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്നോട് ഇഷ്ടം തോന്നാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരിങ്ങോട്ട് വന്ന് ഇഷ്ടം തുറന്ന് പറയുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പല ആളുകളും ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം എന്താണിത്, ഇതുവഴി ഒരു വ്യക്തിയെ അട്രാക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. പറ്റും, പോസിബിൾ ആണ്. കാരണം നമ്മുടെ ചിന്തയ്ക്ക് ശക്തിയുണ്ട്. നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന എന്ത് വിഷയങ്ങളായിക്കോട്ടെ അതിനെല്ലാം സൊല്യൂഷൻ ലോ ഓഫ് അട്രാക്ഷനിലുണ്ട്. അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. ദ സീക്രട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. സൗജന്യമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, വായിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ദ സീക്രട്ട് ബുക്ക് എന്നുള്ളത്, രഹസ്യം ബുക്ക് ഒന്ന് സെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ മതി. ഫ്രീ ആയിട്ട് ഞങ്ങൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നിങ്ങൾ അറിയുക, പഠിക്കുക, അത് അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ട്. അപ്പം നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നാൻ 55x5 മെത്തേഡ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് പറയുന്നത്. അഥവാ ഇത്രയേ ഉള്ളൂ, 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സമയത്ത് ഒരു സെന്റൻസ് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എഴുതുക. എത്ര തവണ എഴുതണം? ഒരു ദിവസം 55 തവണ എഴുതണം. കുറച്ച് പണിയുണ്ട്, പക്ഷെ 5 ദിവസമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. രാവിലെ എണീറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഇതിലേതെങ്കിലും ഒരു ടൈം ചൂസ് ചെയ്യാം. ഒരേ സമയം എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട്. ഇപ്പൊ രാവിലെ 6 മണിയാണെങ്കിൽ എല്ലാ ദിവസവും 6 മണിക്ക് തന്നെ എഴുതണം, 5 ദിവസം തുടർച്ചയായിട്ട്. രാത്രി ഒരു 9 മണിയോ 10 മണിയോ ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതേ സമയത്ത് തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. 55 തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതണം. എന്താണ് എഴുതേണ്ടത് എന്നായിരിക്കും എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ആ സെന്റൻസ് ഞാൻ പറയാം, ജസ്റ്റ് ഒരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് നോട്ട് ചെയ്തോളൂ. നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത്, ഐ ലവ് എന്ന് പറഞ്ഞതിന് ശേഷം ആ വ്യക്തിയുടെ പേര് എഴുതാം. ആദ്യം ഞാൻ ഇംഗ്ലീഷിലൊന്ന് പറയാം, പിന്നെ മലയാളത്തിലും പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ ഞാൻ കൈന എന്നുള്ളൊരു പേര് ചൂസ് ചെയ്തു. നിങ്ങൾക്ക് ആ പേര് മാറ്റി പറയാം. ഓക്കെ, അപ്പോൾ ഐ ലവ് കൈന, കൈന ലവ്സ് മീ എന്നുള്ളതാണ് സെന്റൻസ്. ഐ ലവ് കൈന, കൈന ലവ്സ് മീ. ക്ലിയർ ആയില്ലേ? അപ്പോൾ നിങ്ങളിവിടെ കൈന എന്നുള്ള സ്ഥലത്ത് ആളുടെ പേര് അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി. 55 തവണ എഴുതണം കേട്ടോ. ഇനി ഇത് മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ കൈനയെ സ്നേഹിക്കുന്നു, അല്ലേ? ഞാൻ കൈനയെ സ്നേഹിക്കുന്നു, കൈന എന്നെ സ്നേഹിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഞാൻ കൈനയെ സ്നേഹിക്കുന്നു, കൈന എന്നെ സ്നേഹിക്കുന്നു. ആ പേരൊന്ന് മാറ്റി കൊടുത്താൽ മതി. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ 55 തവണ വീതം 5 ദിവസം തുടർച്ചയായിട്ട് ഒന്ന് എഴുതി നോക്കുക. റിസൾട്ട് 100% നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ലോ ഓഫ് അട്രാക്ഷൻ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ചിന്തകളെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുസ്തകം വായിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയച്ചിട്ട് പുസ്തകം വാങ്ങിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്നുണ്ടെങ്കിലും മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് ഡയൽ ചെയ്തുകൊണ്ട് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. സൊല്യൂഷൻ അവർ പറഞ്ഞു തരുന്നതാണ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.